പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പം എ ബാങ്ക് വിച്ച് accepts deposit from the general public and specializes in short-term lending, or a bank which provides loans and advances for commercial purposes with the purpose of earning profit is called a commercial bank. എന്താ പറയുന്നത്? ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ലോണായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഷോർട്ട് ടൈം ലെൻഡിങ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുക. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലെൻഡിങ് നടത്തുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയാം അല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഇന്ത്യ ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്. എങ്ങനെയാണ് ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളായിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് കേട്ടോ. They are the major players in Indian money market. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ മേജർ പ്ലേയേഴ്സ് ആയിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കാണുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ UK. എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ UK-യിലാണ്. ഇൻ ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് were earlier known as ഏജൻസി ഹൗസസ്. ഏജൻസി ഹൗസസ് എന്നായിരുന്നു ഇവർ നേരത്തെ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന പേരാണ് ഏജൻസി ഹൗസസ്. അതുപോലെ തന്നെ ദ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ദ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു കൊമേഴ്സ് ആൻഡ് ട്രേഡ് ഓഫ് ദ കൺട്രി. എന്താ പറയുന്നത്? കൊമേഴ്സിന് വേണ്ടിയിട്ടും ട്രേഡിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? UK-യിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഏർലിയർ ഇതിൻ്റെ പേര് എന്തായിരുന്നു? നേരത്തെ അറിയപ്പെട്ടിരുന്ന പേര് ഏജൻസി ഹൗസസ് എന്നാണ് കേട്ടോ. പിന്നെ ഓർഗനൈസ്ഡ് ഇൻ ഇന്ത്യാസ്, നേരത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എങ്ങനെയായിരുന്നു ഓർഗനൈസ് ചെയ്തത്? ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. അതിൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പബ്ലിക് സെക്ടർ ബാങ്കിനെ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. SBI ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ്, പിന്നെ അതർ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പബ്ലിക് സെക്ടർ ബാങ്കിൽ വരുന്ന കേട്ടോ. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക്. അപ്പം ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. ദീസ് ആർ കളക്റ്റീവ്ലി കോൾഡ് കൺവെൻഷണൽ ഫങ്ഷൻസ്. എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഫങ്ഷൻസ് എന്നും സെക്കൻഡറി ഫങ്ഷൻസ് എന്നും തിരിക്കാം. ഈ രണ്ടും കൂടെ ചേർന്ന്, പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും കൂടെ ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് കൺവെൻഷണൽ ഫങ്ഷൻസ്. ഓക്കെ, ഈ കൺവെൻഷണൽ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, ഇതിൽ പ്രൈമറി ഫങ്ഷനിൽ വരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒരു ബാങ്ക് ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൈമറി ആയിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഗ്രാൻഡിങ് ഓഫ് ലോൺസ് കൊടുക്കല്ലേ. പിന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ. ഈ മൂന്നെണ്ണമാണ് എന്തിൽ വരുന്നത്? പ്രൈമറി ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ കുറേ അക്കൗണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, 2 കറണ്ട് ഡെപ്പോസിറ്റ്, 3 സേവിങ്സ് ഡെപ്പോസിറ്റ്, 4 റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫ്ലെക്സി ഡെപ്പോസിറ്റ്, എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റ്, ഹോം സേഫ് ഡെപ്പോസിറ്റ്, പിഗ്മി ഡെപ്പോസിറ്റ്, മിസ്സലേനിയസ് ഡെപ്പോസിറ്റ്, കാസ ഡെപ്പോസിറ്റ്. ഇത്രയാണ് ഡെപ്പോസിറ്റുകൾ വരുന്നത്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി ഗ്രാൻഡിങ് ഓഫ് ലോൺസിൽ വരുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ടേം ലോണ്, ബ്രിഡ്ജ് ലോൺ. ഇത്രയാണ് ലോൺസിൽ വരുന്നത്. ഇത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് ഇനി നോക്കാം. ആദ്യം തന്നെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ബോറോയിങ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. പീപ്പിൾ ഹൂ ഹാവ് സർപ്ലസ് ഫണ്ട്
deposit the amount with the bank. They get interest depending upon the nature and the type of deposit. PAN number is required for deposits of ₹50,000 and above. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഒന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുക അല്ലേ. അതുപോലെ തന്നെ ആളുകളുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ടാകുന്ന എമൗണ്ട്, സർപ്ലസ് ഫണ്ട് എന്ത് ചെയ്യുന്നു, അതാണ് അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ നേച്ചറും അതിൻ്റെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ അനുസരിച്ച് ഏത് തരം അക്കൗണ്ടാണെന്നൊക്കെ ഉള്ളതിനനുസരിച്ച് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും കേട്ടോ. ഇനി 50,000-ന് മുകളിലാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പാൻ നമ്പർ ആവശ്യമാണ്. ഓക്കെ. ഇനി ഓരോ ഡെപ്പോസിറ്റുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ. എ കസ്റ്റമർ ഡെപ്പോസിറ്റ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം വിത്ത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താ പറയുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് പീരിയഡിലേക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ. എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ ലാബിലിറ്റി ഓഫ് ദ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ കോൺട്രാക്ച്വൽ ലാബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ഇതെന്ത് തരാമെന്ന്. അപ്പോൾ കോൺട്രാക്ച്വൽ ലാബിലിറ്റി ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. ബാങ്കിലേക്ക് ഫിക്സഡ് ആയിട്ട് എമൗണ്ട് ഇടുവാണെങ്കിലും ഇത് നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് കോൺട്രാക്ച്വൽ ലാബിലിറ്റി ആയിട്ട് പറയുന്നത്. ദിസ് എമൗണ്ട് ഈസ് റീപെയ്ഡ് ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. എന്താ പറയുന്നത്, ഒരു ഫിക്സഡ് ടൈം പീരിയഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ കസ്റ്റമർക്ക് കൊടുക്കണം അല്ലേ, റീപേ ചെയ്യണം. ഇനി ചെക്ക് സിസ്റ്റം ഈസ് നോട്ട് അലൗഡ് ഫോർ ദിസ് അക്കൗണ്ട്. പാസ്ബുക്ക് ഈസ് നോട്ട് പ്രൊവൈഡഡ്. നോ ഇൻട്രൊഡക്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ചെക്ക് ബുക്ക് കൊടുക്കുന്നില്ല, പാസ്ബുക്ക് കൊടുക്കുന്നില്ല, നോ ഇൻട്രൊഡക്ഷൻ ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കസ്റ്റമറിനെ മറ്റൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ബാങ്കിന്. ഇവിടെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇത് റിസ്ക് ഉള്ള ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കണേ. ചെക്ക് ബുക്ക് കൊടുക്കുന്നില്ല, നോട്ട് അലൗഡ് ആണ്. പാസ്ബുക്ക് നോട്ട് പ്രൊവൈഡഡ്, നോ ഇൻട്രൊഡക്ഷൻ ഈസ് റിക്വയർഡ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് എമൗണ്ട് ഫിക്സഡ് പീരിയഡിലേക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ടൈം ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ. ഇനി ഇതൊരു ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഫിക്സഡ് പീരിയഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാലയളവിൽ ഈ എമൗണ്ട് എന്ത് ചെയ്യാം, ബാങ്കിനടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റ് ലോണായിട്ടൊക്കെ മറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തരും. ഇൻട്രസ്റ്റ് പകരം തരുന്നതിനെയാണ്, അതുകൊണ്ടാണ് ഇത് ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. ബാങ്ക്സ് ജനറലി പേ എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദീസ് ഡെപ്പോസിറ്റ്സ് ആസ് ദ ബാങ്കർ ഈസ് ഫ്രീ ആൻഡ് ഷുവർ ടു യൂസ് ദം വിത്തിൻ ദ പീരിയഡ് ഫിക്സഡ്. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. ഇത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ക്വാർട്ടർലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ക്വാർട്ടർലി ആണ്. FQ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. FQ ക്വാർട്ടർലി. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്വാർട്ടർലി ബേസിസ് ആണെന്ന് ഓർത്തിരിക്കാം. ഇനി മിനിമം ഡേയ്സ് ഫോർ ദീസ് ഡെപ്പോസിറ്റ് ഷാൽ ബി 7 days. ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് 15 days ആൻഡ് മാക്സിമം 10 years ഓർ 120 months. എന്തൊക്കെയാണ് പറയുന്നത്? മിനിമം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടേണ്ട 7 ദിവസമെങ്കിലും മിനിമം ഇട്ടാലേ അതിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഇനി കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിൽ അത് 15 days എങ്കിലും മിനിമം ഇടണം. ഇനി മാക്സിമം എത്ര വരെ പോവാം? 10 വർഷം വരെ ഇടാന്ന് പറയുന്നത്. അത് മന്ത്ലി പറയുകയാണെങ്കിൽ 120 months, 120 മാസം വരെ ഇടണം. ഈ 120 മാസം ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 120 months ഒക്കെ ഓർത്തിരിക്കുക. 10 years അല്ലെങ്കിൽ 120 months. Premature closing or breaking is allowed at a reduced rate of interest by paying a penalty. എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളൊരു ഫിക്സഡ് കാലയളവിലേക്കാണ് ഇട്ടത്, ഞാനൊരു 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പൈസയ്ക്ക് ആവശ്യം വന്നു. അപ്പോൾ ഞാനത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ
എനിക്ക് എന്ത് കിട്ടും, പൈസ റിട്ടേൺ കിട്ടും, പക്ഷെ ഒരു പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർ തരാമെന്ന് പറഞ്ഞ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതിൽ കുറവുണ്ടാവും. റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബൈ പേയിങ് എ പെനാൽറ്റി. നോ ഇൻട്രസ്റ്റ് ഷാൽ ബി പെയ്ഡ് ഇഫ് ദ ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലോസ്ഡ് ബിഫോർ 7 days. എന്താ പറയുന്നത്, 7 ദിവസമെങ്കിലും മിനിമം ഇട്ടാലേ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ 7 ദിവസം ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. നോ ഓക്കെ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ഡെപ്പോസിറ്റ്. ലോങ്ങർ ദ പീരിയഡ് ദ ഹയർ വിൽ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താ പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പീരിയഡിനനുസരിച്ചിരിക്കും അല്ലേ. ഇപ്പോൾ 1 വർഷമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുക. 10 വർഷമാണെങ്കിൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരും, കൂടും. അപ്പം ഏറ്റവും ലോങ്ങർ ദ പീരിയഡ്, കുറേ നാളത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഹയർ വിൽ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, കൂടാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വാർട്ടർലി ബേസിസിലാണ്. 7 days ആണ് മിനിമം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് ബാങ്കാണ് 15 daysലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. മാക്സിമം 10 years ഓർ 120 months. ഓക്കെ, if a term deposit matures and proceeds are unpaid, the amount left unclaimed with the bank shall attract the rate of interest as applicable to savings account or the contracted rate of interest on the matured term deposit, whichever is lower. എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നില്ല, പിൻവലിക്കുന്നില്ല എങ്കിലും നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് ആയിരിക്കും കിട്ടുക. സേവിങ്സ് ഡെപ്പോസിറ്റിന് അപ്പോൾ ഉള്ള റേറ്റ് എത്രയാണോ അതിൽ ഏതാണോ കുറവ്, കോൺട്രാക്റ്റഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണോ അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് ആണോ ഏറ്റവും കുറവായിട്ടുള്ളത്, ആ റേറ്റ് ആയിരിക്കും ബാങ്ക് ഈ ഡെപ്പോസിറ്റിന് പ്രൊവൈഡ് ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ ഇൻഡിവിജ്വൽ നെയിം ഓർ ആസ് എ ജോയിൻ്റ് അക്കൗണ്ട്. ജോയിൻ്റ് ആയിട്ടും തുടങ്ങാം, ഇൻഡിവിജ്വൽ നെയിമിലും തുടങ്ങാം അല്ലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നോമിനേഷൻ ഫെസിലിറ്റി ഈസ് അവൈലബിൾ. നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ചെക്ക് ബുക്ക് ഇല്ല, പാസ്ബുക്ക് ഇല്ല, നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്, നോ ഇൻട്രൊഡക്ഷൻ നീഡഡ്. ഇനി ഫോർ അക്നോളജ്മെൻറ്റ് ഓഫ് റെസീപ്റ്റ് ദ ബാങ്ക് ഇഷ്യൂ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്. എന്താ പറയുന്നത്, ബാങ്ക് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പാസ്ബുക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് കിട്ടും, FDR ഒരു റെസീപ്റ്റ് കിട്ടും. ആ റെസീപ്റ്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്, FDR എന്ന് പറയും. Limitation period for a demand loan against a term deposit receipt after executing DPN is 3 years. ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കാം. ലിമിറ്റേഷൻ പീരീഡ് 3 വർഷത്തേക്കാണ്. ഇതും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. 3 വർഷത്തേക്കാണ് ലിമിറ്റേഷൻ പീരീഡ് വരുന്നത് ഫോർ ഡിമാൻഡ് ലോൺ. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീപ്റ്റ് എന്താണെന്ന് നോക്കാം. എ പ്രൂഫ് ഫോർ റിസീവിങ് ദ എമൗണ്ട് ആസ് ഡെപ്പോസിറ്റ്. എന്താ പറയുന്നത്, നമ്മൾ എമൗണ്ട് കൊടുത്തു, ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ടാണ്, തെളിവായിട്ടാണ് എന്തിനെ പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റിനെ പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ദ എമൗണ്ട് ഓഫ് ദ ഡെപ്പോസിറ്റ്, ദ പീരിയഡ് ഓഫ് ദ ഡെപ്പോസിറ്റ്, നെയിം ഓഫ് ദ ഡെപ്പോസിറ്റ്, നെയിം ഓഫ് ദ ഡെപ്പോസിറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി ഡേറ്റ് എക്സെട്ര. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് പീരിയഡിലേക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് ഇടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്തിൽ വരും, FDRൽ വരും. പിന്നെ എന്താ പറയുന്നത്, മെച്യൂരിറ്റി ഡേറ്റ്, പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ നെയിം, ഇത്രയും കാര്യങ്ങളായിരിക്കും FDRൽ ഉണ്ടാവുക. ദീസ് റിസീപ്റ്റ് ഹാസ് ടു ബി സറണ്ടേർഡ് ടു ദ ബാങ്ക് ഓൺ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റ് ബാക്ക്. എന്താ പറയുന്നത്, അപ്പം നമുക്ക് ഈ FD ഇട്ടില്ലേ, ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ വേണമെങ്കിൽ ഈ ഒരു FDR കൊണ്ടുചെന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് തിരിച്ചായ എമൗണ്ട് തരുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ്. ഇത് ഒരു നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇഫ് ദ FDR ഈസ് ലോസ്റ്റ് ദ ബാങ്കർ പേയ്സ് ദ എമൗണ്ട് ടു ദ കസ്റ്റമർ ഓർ ഇഷ്യൂ എ ഡ്യൂപ്ലിക്കേറ്റ് FDR ഓൺലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ആൻ ഇൻഡെംനിറ്റി ബോണ്ട്. എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് FDR
നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്താ ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് FDR ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡംനിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് FDR ഇഷ്യൂ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡംനിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. FDR ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഡ്യൂപ്ലിക്കേറ്റ് FDR വേണം. ആ ഡ്യൂപ്ലിക്കേറ്റ് FDR ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡംനിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. FDR ഈസ് എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇതിനെന്ത് വേണ്ട? സ്റ്റാമ്പ് ഡ്യൂട്ടീൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ്. A fixed deposit which is neither withdrawn nor renewed after the expiry of the stipulated period is called overdue fixed deposit. എന്താ പറയുന്നത്? ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എന്നിട്ട് ആ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് വിഡ്രോ ചെയ്യുന്നില്ല, എമൗണ്ട് വിഡ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് പുതുക്കി ഇടുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീദർ വിഡ്രോ നോർ റിന്യൂഡ്, ഈ 2 കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു കാലയളവ്, നമ്മൾ കൊടുത്ത മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ ആ ഒരു കാലയളവിനെ പറയുന്നതാണ് ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന്. ലീഗലി എ ബാങ്കർ ഈസ് നോട്ട് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ഇതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പേയ്മെൻറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്. ലീഗലി ബാങ്കേഴ്സ് ആർ നോട്ട് ലയബിൾ ടു റീപേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്. ബാങ്കർ ക്യാൻ റീപേ ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റർ. എന്താ പറയുന്നത്? ഇപ്പം ഒരു ഡെപ്പോസിറ്ററിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റീപേ ചെയ്യുന്നത്, അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് തിരികെ നൽകുന്നത്. അപ്പം ഇപ്പോൾ ഡെപ്പോസിറ്റർ പറയാണ് ഇന്ന കാലയളവിന് മുന്നേ, ആ ഡെപ്പോസിറ്റ് ചെയ്ത കാലയളവിന് മുന്നേ വേണമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിന് ലീഗലി ബാങ്കേഴ്സ് ആർ നോട്ട് ലയബിൾ, നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ സച്ച് പ്രീമെച്യൂർ ഡെപ്പോസിറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുക. പ്രീമെച്യൂർ ആയിട്ടുള്ള, നേരത്തെ ഡെപ്പോസിറ്റ് നമ്മൾ ആ മെച്യൂരിറ്റി പീരീഡിന് മുന്നേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് RBI ആയിരിക്കും, അത് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ജനറലി കസ്റ്റമേഴ്സ് ആർ എലിജിബിൾ ടു ഗെറ്റ് ഓൺലി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ പ്രീമെച്യൂർ ആയിട്ടുള്ള ഇതിന് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ലോൺ അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. The depositor can request to the banker to sanction advance against the security of the fixed deposit. എന്താ പറയുന്നത്? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കറോട് ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് എന്ത് പറയാം? കുറച്ച് അഡ്വാൻസ് ആയിട്ട് തരുമോ, ലോണ് തരുമോ എന്നൊക്കെ ചോദിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഇൻ സച്ച് കേസ് ദേ ചാർജ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള കേസിൽ ബാങ്കിന് ഡെപ്പോസിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത് ഈ ലോണിന് എതിരെ കേട്ടോ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ജോയിൻറ്റ് നെയിംസ്. ഓൺ മെച്യൂരിറ്റി ദ എമൗണ്ട് ഈസ് പേയബിൾ ഈതർ ടു ദ ഡെപ്പോസിറ്റേഴ്സ് ഓർ ടു ദ സർവൈവർ. ഇപ്പം ജോയിൻ്റ് ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു നേരത്തെ. ഇൻഡിവിജ്വൽ നെയിമിലും എടുക്കാൻ, ജോയിൻ്റ് ആയിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ. അപ്പോൾ ആ ഒരു കേസിൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് പേ ഈതർ ടു ദ ഡെപ്പോസിറ്റേഴ്സ് ഓർ 2 പേർക്കുമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആരാണോ ആ ടൈമിൽ സർവൈവ് ചെയ്യുന്നത് ആ ആൾക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇഫ് വൺ ഓഫ് ദ ജോയിൻറ്റ് ഡെപ്പോസിറ്റേഴ്സ് request the banker for the repayment of fixed deposit before due date, the banker should repay it only after obtaining the consent of the other joint depositor. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോയിൻറ്റ് നെയിമിൽ 2 പേര് ചേർന്ന് എടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എമൗണ്ട് വേണം, എനിക്ക് ആ പൈസ തിരിച്ചു വേണം എന്ന് പറയുകയാണെങ്കിൽ ബാങ്കർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 പേരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ബാങ്കർ എന്ത് ചെയ്യും? മറ്റേ ആളുടെ കൺസെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എമൗണ്ട് ചോദിച്ച ആൾക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ. വൺ ഡെപ്പോസിറ്റർ ഹാസ് നോ റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഡെപ്പോസിറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്.
ഇപ്പോൾ ഡെപ്പോസിറ്റർക്ക് എന്തിനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്? ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഡെപ്പോസിറ്റ് വാങ്ങാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കറണ്ട് ഡെപ്പോസിറ്റും ഫ്ലെക്സി ഡെപ്പോസിറ്റ് അങ്ങനെ കുറച്ച് ഡെപ്പോസിറ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.